നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആണെങ്കിലും നല്ല സാരി. കഴിഞ്ഞ ദിവസം ഞാനൊരു സെമി മൊഡാൾ എന്ന് പറഞ്ഞാൽ മൊഡാൾ എന്നൊരു പേര് അത്രേ ഉള്ളൂ. ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൊഡാളിൻ്റെ പ്യുവർ സാരി ഉപയോഗിക്കുന്നവർക്കും എടുക്കുന്നവർക്കും ഉടുക്കുന്നവർക്കും ഒക്കെ അറിയാം. 3000 ഇല്ല, 3000 കിട്ടത്തില്ല പ്യുവർ എന്ന്. അതിന് മുകളിലേക്കാണ് 4000 എബോവ് ആണ്. അപ്പം ഇതിനെയൊക്കെ മൊഡാൾ എന്നൊക്കെ പറയാൻ പറ്റില്ല, പക്ഷേ സെമി മൊഡാൾ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്താണ് വരുന്നത്. അപ്പം അതിൻ്റെ ഏതാ കാണിച്ചത് നമ്മുടെ ടെമ്പിൾ ബോർഡർ ഉള്ളതെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ടെമ്പിൾ ബോർഡറിൻ്റെ സ്ഥാനത്ത് വേറൊരു ഡിസൈൻ. അതാണ് നല്ല രസമാണ്. ഇത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. ആർക്കും ഇഷ്ടപ്പെടും, ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. നല്ല കംഫർട്ടാണ്, ഉടുക്കാൻ സുഖമാണ്, കൊണ്ടുനടക്കാൻ സുഖമാണ്, ഉപയോഗിക്കാൻ സുഖമാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. കണ്ടോ, ഇതിപ്പോൾ ബ്ലാക്കിൻ്റെ അറ്റത്ത് ബോർഡർ വന്നിരിക്കുന്നത് ഒരു പീച്ചും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ. റെഡെന്ന് പറയാൻ പറ്റത്തില്ല, പീച്ചെന്നും പറയാൻ പറ്റത്തില്ല. ഇനി ലൈറ്റ് വെട്ടത്തല്ലാതെ കണ്ടു കഴിഞ്ഞാൽ പീച്ചെന്ന് പറയുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ റെഡാണ് കൂടുതൽ. ഇങ്ങനെ ഒരു മാംഗോ പ്രിന്റ് വരുന്നുണ്ട് ഓൾ ഓവർ ബോഡി. ഉണ്ടോ? ഈ സാരിയുടെ കൂടെ വന്ന ഒരു ചെറിയൊരു ഫോട്ടോ ഇങ്ങനെ ഇരിക്കും. ഈ സാരിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിലെ വിചാരമായിരുന്നു. കാരണം ഇപ്പോൾ ഇഷ്ടം പോലെ റെഡിമെയ്ഡ് ബ്ലൗസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം റെഡിമെയ്ഡ് ബ്ലൗസും കൂടി ഇട്ട് ഒരു സാരി ഉടുത്ത് തന്നെ വീഡിയോ ചെയ്യണമെന്നൊക്കെ, പക്ഷെ സാധിച്ചില്ല. ഇത് കണ്ടോ, മുന്താണി കണ്ടോ, നല്ല ഭംഗിയല്ലേ നോക്ക്. ബ്ലൗസ് അത് തന്നെ വരും, ആ മുന്താണി തന്നെ. ആ ബ്ലൗസും ഇത് വരും. ബ്ലൗസും മുന്താണിക്കും ഒരേ ഡിസൈനാണ്. മുന്താണിക്ക് കുറച്ചും കൂടെ ഡിസൈൻ കൂടുതലുണ്ടെന്ന് മാത്രം വ്യത്യാസം. ബ്ലാക്കും ഇത് ബ്ലാക്ക് കളറ്. അതിന് ഇനി അടുത്തത് ഗ്രേപ്പ് ഷെയ്ഡ്. എല്ലാം നല്ല കളറാണ്. നിങ്ങൾക്ക് ഒരു കളർ പോലും ഇഷ്ടപ്പെടാതെ വരത്തില്ല കേട്ടോ. കണ്ടോ, എങ്ങനെ വേണേലും സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. സ്റ്റൈൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഇതിലായിരിക്കുന്നത്. നല്ലൊരു പേസ്റ്റൽ ചാർട്ടാണ്. ആ ഒരു ഗ്രേപ്പ് ഷെയ്ഡും കൂടെ വന്നിട്ട് ഇങ്ങനെ വന്ന് കണ്ടോ, നല്ല രസമല്ലേ. ഇങ്ങനെ വരും മുന്താണി. ഈ മുന്താണിയെ നോക്കിയാൽ മതി ബ്ലൗസ് ഏതാണെന്ന് അറിയണം. അത് തന്നെയാണ് ബ്ലൗസ്, അത് തന്നെയാണ് ബോർഡറിനും വരുന്നത്. ബോർഡറിന്റെ സൈഡിൽ കൂടെ വരുന്നത്. ബോഡിയെ കൂടെ ഇങ്ങനെ ഒരു മാംഗോ ഡിസൈൻ കൂടെ. ആ മാംഗോ ഡിസൈൻ നല്ലൊരു എടുപ്പുണ്ട്. ഏകദേശം എല്ലാം ഒരു പേസ്റ്റൽ ചാർട്ടാണ് വരുന്നത്. എവിടം വരെയായി പെരുന്നാൾ ഒരുക്കങ്ങളൊക്കെ? നോമ്പിൻ്റെ മുസ്ലിം സഹോദരങ്ങളെല്ലാം നോമ്പിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അല്ലേ. ഭയങ്കര നിറവുണ്ടാകട്ടെ. ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ് സന്തോഷവും സമാധാനവും ഒക്കെ വീടുകളിലും അല്ലേ. നമുക്കെന്താ, നമ്മൾ ഇത്രയും ദിവസം 31 ദിവസമൊക്കെ നോമ്പ് പിടിച്ചവർക്കുള്ള ആ ഒരു ആത്മസംതൃപ്തിയും ഇതൊക്കെ എന്താ. ഞാൻ ചിലപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കുവേ, ദാഹിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കും വെള്ളം കുടിക്കുന്നില്ല, പക്ഷെ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഓർക്കും, ഈ നോയമ്പെടുക്കുക സത്യമായിട്ട് നമ്മൾ ഓർക്കുവേ. അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാനൊക്കെ നോയമ്പെടുക്കുന്ന പിന്നെ ഒരു കാര്യമുണ്ട്. ഞാൻ നോയമ്പെടുക്കുന്ന നമ്മൾക്ക് ഇറച്ചി നോൺ വെജ് ഒന്നും കഴിക്കരുത് അങ്ങനെയൊക്കെയുള്ള നോയമ്പല്ലേ. എനിക്ക് ആ നോൺ വെജ് കഴിക്കാതിരിക്കുന്നതിനകത്ത് അത് നമുക്ക് കഴിക്കാൻ വേണമെന്ന് ആവശ്യമുള്ളവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അതിലും കൂടുതൽ നോൺ വെജ് മാത്രം കഴിക്കാതിരുന്നിട്ട് എന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അതിലും വേദന ഞാൻ ഓർക്കുന്ന മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാനോ നമുക്ക് ആ ഒരു സമയത്തൊക്കെ എങ്കിലും എന്നൊക്കെയാണ് എന്നറിയത്തില്ല. അല്ലേ എല്ലാത്തിനും ഒരു ബേജ് ഷെയ്ഡ് കേട്ടോ. ബേജ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു എന്നാ കളർ ഇത്? ബേജാണോ? ബേജ് എന്ന് പറഞ്ഞാൽ എന്നാന്നല്ലേ ചിലർ ചോദിക്കും. അപ്പോൾ എനിക്ക് പറഞ്ഞു തരണമെങ്കിൽ ബേജ് എന്ന് പറഞ്ഞാൽ ഇത്
മുന്താണി ഇങ്ങനെ. ഏത് കളർ എടുത്തോ, ഏത് കളർ ടോണിലുള്ളവർക്കും ചേരും. സംശയിക്കണ്ട കാര്യത്തിൽ, അയ്യോ എനിക്കിത് ചേരുമോ, എനിക്ക് കളർ ചേരുമോ, അങ്ങനെ സംശയിക്കണ്ട. എല്ലാ കളർ ഇതിനകത്ത് ഇപ്പം 1 2 3 4 5 6 കളറുണ്ട്. 6 കളറും ചേരും, ഞാൻ ഗ്യാരണ്ടി. ഇൻഡിഗോ ഇപ്പം 4000-ന്റെ 5000-ന്റെ ഒന്നും മോഡൽ വാങ്ങിച്ച് എല്ലാവർക്കും ഒന്നും ഉടുക്കാൻ താല്പര്യമില്ല, ഉടുക്കാൻ എല്ലാവർക്കും സാധിക്കത്തുമില്ല. അപ്പം പിന്നെ ഒരു കാര്യമുണ്ട്, 5000-6000 രൂപയുടെ മോഡൽ വാങ്ങിച്ചിട്ട് ഈ മോഡൽ പ്യുവർ മോഡലൊക്കെ ഉണ്ടല്ലോ, മടക്കി കബോർഡിനകത്ത് കുറച്ച് ദിവസം വെച്ച് നോക്കിയേ, കളറെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആകും, അത് ഒട്ടിപ്പിടിക്കും, പല പ്രശ്നങ്ങളുണ്ട്, പൂപ്പൽ കയറിയ പോലെ വരും. പ്യുവർ ആയതിൻ്റെ പ്രശ്നങ്ങളാണ്, അതിൻ്റെ ഡൈങ് അങ്ങനെയാണ്, നാച്ചുറൽ ഡൈയാ, ഇതിനൊന്നും ആ ഒരു കുഴപ്പവും വരത്തില്ല. പിന്നെ പ്യുവർ ഉടുത്താൽ അത് ഉടുത്തതാണ്, അതിന് വേറൊരു സ്റ്റൈലാണ്, അതിന് പറയാൻ പറ്റത്തില്ല. കാശ് മുടക്കുമ്പോൾ അതിൻ്റെതായ ഇത് കിട്ടും. ബ്ലൗസിൻ്റെ ഇത് കാക്കണം. ഷോപ്പിൽ വരുന്നവർക്ക് ഞങ്ങളുടെ ചുരിദാർ സെക്ഷനൊക്കെ വലുതാക്കി കേട്ടോ. ചുരിദാർ സെക്ഷൻ ഒരു സെക്ഷനും കൂടെ കൂട്ടി ഞങ്ങൾ ഫങ്ഷൻ വെയറിന് വേണ്ടി തന്നെ ഒരെണ്ണം, ഡെയിലി വെയറിന് വേണ്ടി തന്നെ ഒരെണ്ണം, അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. നേരിട്ട് വരുന്നവരൊക്കെ വാ. ഇനിയിപ്പം സ്കൂളുകൾ അടച്ചു കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കാൻ നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ടീച്ചേഴ്സും അങ്ങനെയുള്ളവർക്കൊക്കെ ഒത്തിരി ആവശ്യം വരും. നമുക്ക് ഒത്തിരി ടീച്ചർമാർ കസ്റ്റമേഴ്സ് ആയിട്ടോട്ട് ഒത്തിരി ടീച്ചർമാർ. ഞാനൊരു ടീച്ചറായിരുന്നു. ഇത് എന്നെ കളർ പിന്നെ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് അല്ല, ഒരു ടൈപ്പ് ചോക്ലേറ്റ് കളറല്ല ഇത്, ശരിക്കും തവിട്ട കളർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളർ. ഇത് വരും മുന്താണി. ഇത് ഇച്ചിരി ഇങ്ങനെ മോഡൽ സിൽക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു ടൈപ്പാണല്ലോ, ശരീരത്തിൽ പിടിച്ച് കിടക്കാൻ. ഇതിപ്പോൾ നമ്മൾ പിൻ ചെയ്തൊക്കെ വെക്കണം, നല്ല രസമാണ്. അത്രേ ഉള്ളൂ. വളരെ പിശുക്ക് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല സുഖമില്ല സത്യം പറയാം. അതുകൊണ്ട് നല്ല ആംബിയർ പോരാ, അതുകൊണ്ട് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ട്, എപ്പോഴും വന്നിട്ട് വയ്യ മറ്റേതോ മറിച്ചാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. എന്നാലും ഞാൻ കിടക്കിലോ ഒന്നും അല്ല കേട്ടോ, ഈ ഒരു സുഖമില്ല, അതുകൊണ്ട് ചെറിയ വീഡിയോ ആട്ടെ എന്ന് വെച്ചു. അപ്പം വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബ്ലൗസ് കിട്ടാത്തവർ പ്ലെയിൻ ബ്ലൗസ് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവരുവാണ്, ബുട്ട ഒന്നുമില്ല, പ്രിന്റ് ഒന്നും ഇല്ലാത്ത ബ്ലൗസ് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവരുമായിരുന്നു. അതിന് ഒത്തിരി ആൾക്കാരെ റീസ്റ്റോക്ക് വരുത്താം കേട്ടോ. എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ വലിയ വേറെ കളറുകൾ കൊണ്ടുവരാമോ, വെറൈറ്റി കളേഴ്സ് കൊണ്ടുവരാമോ, എല്ലാം കൊണ്ടുവരാം കേട്ടോ. പിന്നെ വലിയ സൈസുകൾ അത് കിട്ടുമോ ഞാൻ നോക്കട്ടെ, കിട്ടുവാണ് കേട്ടോ കൊണ്ടുവരാം. 48 സൈസ് കിട്ടുമോ എന്ന് എനിക്കറിയാം, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പലരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, കിട്ടുമോ എന്ന് അന്വേഷിച്ച് നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ താങ്ക് യു.